ഭീകരനാൽ ഗാന്ധിയെ കൊന്ന രാജ്യദ്രോഹികൾ, ഗാന്ധിയെ കൊന്ന രാജ്യദ്രോഹികൾ, ഗാന്ധിയെ കൊന്ന രാജ്യദ്രോഹികൾ, ഗാന്ധിയെ കൊന്ന രാജ്യദ്രോഹികൾ ഇന്ത്യയെ ഞെട്ടിക്കൊല്ലുന്നേ, ഇന്ത്യയെ ഞെട്ടിമുറിക്കുന്നവരോ, ഇനിയും ഞെട്ടിമുറിക്കുന്നവരോ, ഇനിയും ഞെട്ടിമുറിക്കുന്നവരോ, ഇനിയും ഞെട്ടിമുറിക്കുന്നവരോ, സൗഹാർദ്ദങ്ങൾ തകർക്കുന്നവരോ, സൗഹാർദ്ദങ്ങൾ തകർക്കുന്നവരോ, സൗഹാർദ്ദങ്ങൾ തകർക്കുന്നവരോ, സൗഹാർദ്ദങ്ങൾ തകർക്കുന്നവരോ, മതേതരത്വം ജനാധിപത്യം, മതേതരത്വം ജനാധിപത്യം, മതേതരത്വം ജനാധിപത്യം, മതേതരത്വം ജനാധിപത്യം, ഭരണഘടന ഒന്നാകെ മതേതരത്വം ജനാധിപത്യം ഭരണഘടന ഇന്ത്യയെ ഞെട്ടിക്കൊല്ലുന്നു. SDPI സിന്ദാബാദ്, SDPI സിന്ദാബാദ്, SDPI സിന്ദാബാദ്, SDPI സിന്ദാബാദ്. മുസ്ലിങ്ങളുണ്ട്, അതിൽ ക്രിസ്ത്യാനികളുണ്ട്, അതിൽ ജൈനനുണ്ട്, അതിൽ പാർസിയുണ്ട്, അതിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അവരുടെ പ്രശ്നം ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ പട്ടിണി മാറുമോ? ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ പെട്രോളിന് വില കുറയോ? ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ തൊഴിൽ രഹിതരായ കോടിക്കണക്കിന് ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ? ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയണം. അത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നിയമപാലകരോട് പറയുന്നു, നിങ്ങളുടെ മേലാളന്മാരോടൊന്ന് പോയിട്ട് പറയണം. PC ജോർജ് എന്ന് പറയുന്ന ഒരു കടൽ കിഴവനുണ്ട്. അദ്ദേഹം നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. അദ്ദേഹം പ്രസ്താവന നടത്തിയിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള നടപടി ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. കേരളത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരുപാട് നിരപരാധികളെ വേട്ടയാടിയ, അറസ്റ്റ് ചെയ്ത, ദിവസങ്ങളോളം ജയിലിലിട്ട ദലിതുകളെയും മുസ്ലിങ്ങളെയും പിന്നോക്കക്കാരെയും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെയും അതുപോലെ തന്നെ CPM-ൻ്റെ പ്രവർത്തകരൊക്കെ ആക്രമിച്ച, ഒരു നിരന്തരമായി പീഡിപ്പിച്ച അതേ കേരളത്തിൻ്റെ വെളിയിൽ, കേരളത്തിൻ്റെ നെഞ്ചകത്ത് നിന്നുകൊണ്ട്, വിരുമാറിൽ നിന്നുകൊണ്ട് PC ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അസന്നിഗ്ധമായ ഭാഷയിൽ ഞങ്ങൾ പറയട്ടെ, ഈ രാജ്യത്ത് നിന്ന് മുസ്ലിങ്ങൾ പുറത്തു പോകണമെന്ന് പറയാൻ PC ജോർജിൻ്റെ തന്തയല്ല ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഈ രാജ്യം സൃഷ്ടിച്ചിരിക്കുന്നത്.